സുനിജി, ബംഗ്ലാദേശിന് അമേരിക്ക താക്കീത് നൽകിയിരിക്കുകയാണ്. ഹിന്ദുക്കളെ തൊട്ടാൽ ഇനി യൂനസ് ബംഗ്ലാദേശിൽ ഉണ്ടാകില്ല എന്നുള്ള താക്കീതാണ് നൽകിയിരിക്കുന്നത്. മോദിയും ട്രംപും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ ദൃഢത കുറച്ചുകൂടി ഉയരുന്ന തരത്തിലേക്കല്ലേ ട്രംപിൻ്റെ ഈ താക്കീതിനെ നമ്മൾ കാണേണ്ടത്? ഇത്രയും ചിന്തിച്ചാൽ മതി. അതായത് ജോ ബൈഡൻ എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ്, ആ ബൈഡനെ നിയന്ത്രിച്ചിരുന്ന ഡീപ് സ്റ്റേറ്റ്, അവർക്ക് സെൻറ്റ് മാർട്ടിൻ ഐലൻഡ് എന്ന് പറയുന്ന ഒരു ദ്വീപ സമൂഹം ബംഗ്ലാദേശിൻ്റെ കയ്യിലുള്ളത് വേണം. ഈ ഒരു ആവശ്യം ഷേഖ് ഹസീനയോട് ആവശ്യപ്പെടുന്നു. ഷേഖ് ഹസീന പറയുന്നു തരാൻ തയ്യാറല്ല എന്ന് പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്ന ഷേഖ് ഹസീന ഭരണകൂടത്തെ അട്ടിമറിക്കുന്നതാണ്. ഈ അട്ടിമറിച്ചാരാ? വിദ്യാർത്ഥി പ്രക്ഷോഭം എന്ന നിലയിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടന ഒരു സമരവുമായിട്ട് വരുന്നു. പിന്നീട് ജമാഅത്ത് ഇസ്ലാമിക്കാർ ഒന്നിച്ചു കൂടുന്നു, ഷേഖ് ഹസീന ഭരണകൂടത്തെ അട്ടിമറിക്കുന്നു. ഷേഖ് ഹസീന ജീവൽ ഭയം കൊണ്ട് ഇന്ത്യയിലേക്ക് ഓടി വന്ന് രക്ഷപ്പെടുന്നു. സത്യത്തിൽ അവിടെ ഉണ്ടായ കലാപം ആർക്കെതിരെയാണ്? അമേരിക്കൻ നിർമ്മിത താല്പര്യത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയുമായുള്ള ബന്ധം. കാരണം ഈ പറയുന്ന എന്ത് കാര്യം ആലോചിക്കുമ്പോഴും തീരുമാനം എടുക്കുമ്പോഴും ഇന്ത്യൻ ഭരണകൂടവുമായി ആലോചിച്ചിട്ട് മാത്രമേ ബംഗ്ലാദേശ് സർക്കാർ നിലപാട് സ്വീകരിക്കൂ. കാരണം ആ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം ഉണ്ടാക്കിക്കൊടുത്തത് നമ്മളാണ്. അപ്പോൾ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന് അത് തീരെ സൂചിച്ചില്ല. അതുകൊണ്ടാണ് ആ ഭരണകൂടത്തെ അട്ടിമറിക്കുന്നത്. അങ്ങനെ ഷേഖ് ഹസീനെ പുറത്താക്കിയല്ലോ. പിന്നീട് മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്ന ഒരു സർക്കാർ അവിടെ അധികാരത്തിൽ വരുന്നു. അപ്പോഴെന്താണ്? ആ കലാപത്തിൻ്റെ ചൂട് കെട്ടുപോകാതിരിക്കാൻ അവർ വീണ്ടും ആക്രമണങ്ങൾ നടത്തുന്നു. അവിടുത്തെ ന്യൂനപക്ഷമായ ഹിന്ദു സമൂഹത്തെ കൂട്ടക്കൊല ചെയ്യുന്നു. അവിടെ സർക്കാർ ജോലിയിലുണ്ടായിരുന്ന ഹിന്ദു സ്ത്രീകളെ ഉൾപ്പെടെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നു. എന്നിട്ട് സ്ത്രീകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നു, പലരെയും കൊന്നു തള്ളുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായിട്ട് ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടും നമ്മുടെ രാജ്യം ഇന്ത്യ യാതൊന്നും ചെയ്തില്ല. അയൽ രാജ്യമാണ്, ഹിന്ദുക്കൾ ഭൂരിപക്ഷമായ രാജ്യമാണ്, എന്നിട്ട് പോലും നമ്മൾ യാതൊരു നടപടിയും എടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ലോക രാജ്യങ്ങൾക്കിടയിൽ തന്നെ അത് വലിയ ചർച്ചാ വിഷയമായി പോയി. വേണമെങ്കിൽ നമുക്ക് അവിടെ ഒരു ആക്രമണം നടത്തി ഈ ബംഗ്ലാദേശിനെ പഴയ ഭരണകൂടത്തേക്ക് തിരിച്ചു കൊണ്ടുവരാം. നമ്മളൊന്നും ചെയ്തില്ല. നമ്മുടെ ഒരു സ്വതന്ത്ര നയതന്ത്ര നിലപാടെന്ന് പറഞ്ഞത് യുദ്ധത്തോട് യോജിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ഈ ഹിന്ദു കൂട്ടഹത്യ എന്താ പറയുക, അവരെ വംശഹത്യ ചെയ്തത് ലോക രാജ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. ഇപ്പോൾ അമേരിക്കയുടെ പുതിയ പ്രസിഡൻ്റായി ഡൊണാൾഡ് ട്രംപ് വരുന്നു എന്ന് പറഞ്ഞാൽ മോദിയുടെ നല്ലൊരു സുഹൃത്താണ്. ബൈഡനെ പോലെയല്ല, ആത്മാർത്ഥതയുള്ള ഫ്രണ്ടാണ്. ഈ ബൈഡൻ ഭരണകൂടം ഇപ്പോൾ ബംഗ്ലാദേശിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇനി ഹിന്ദു കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദിത്വം ചെയ്ത അതിന് നേതൃത്വം നൽകിയ ആളുകൾക്കെതിരെ കർശന നടപടിയെടുക്കണം. മാത്രമല്ല ന്യൂനപക്ഷമായ ഹിന്ദു മതവിഭാഗത്തിനെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാൻ പാടില്ല. അവരുടെ ക്ഷേത്രങ്ങൾ, അവരുടെ ആരാധനാലയങ്ങൾ, ഇവയ്ക്ക് ഹാനികരമാകുന്ന ഒരു പ്രവൃത്തിയും പാടില്ല. ഇത് ഒരു അഭ്യർത്ഥനയൊന്നുമല്ല, വാണിംഗ് ആണ്. മര്യാദയ്ക്ക് ചെയ്തു കൊള്ളണം. അപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ ഭരണകൂടം ഇന്ത്യൻ ഭരണകൂടവുമായി എത്ര യോജിച്ചിരിക്കുന്നു. മാത്രവുമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സഹായിക്കേണ്ട അയൽ രാജ്യം ഇന്ത്യയാണ്. അതുകൊണ്ട് ഇന്ത്യയുമായുള്ള ശത്രുപക്ഷ നിലപാട് അവസാനിപ്പിക്കണം. പക്ഷേ യൂനിസ് എന്താ ചെയ്തിരുന്നത്? യൂനിസ് കഴിഞ്ഞ മാസം ഡാക്കയിൽ നിന്ന് ഈജിപ്തിൽ പോയി അവിടെ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയായ ഷഹബാസ് ഷെരീഫുമായി കൂടിക്കാഴ്ച നടത്തി. എന്നിട്ട് ആർമിയെ സഹായിക്കാൻ, ബംഗ്ലാദേശ് ആർമിയെ പരിശീലിപ്പിക്കാൻ പാക് പട്ടാളത്തിൻ്റെ സഹായം ചോദിച്ചു. എന്ന് പറഞ്ഞാൽ നശിച്ചുകൊണ്ടിരിക്കുന്ന പാക് രാജ്യവും അതുപോലെ തന്നെ ബംഗ്ലാദേശും തമ്മിൽ പുതിയ കൂട്ടുകെട്ടുണ്ടാക്കുന്നു. എന്നിട്ട് ഇന്ത്യക്കെതിരെ നടപടി സ്വീകരിക്കുന്നു. ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളെ കൂട്ടിച്ചേർത്ത് വിശാല ബംഗ്ലാദേശ് രൂപീകരിക്കാൻ പ്ലാനിടുന്നു. ഇതൊക്കെ നടന്ന എപ്പോഴാണ്? ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ഭരണാധികാരി അധികാരത്തിലെത്തും മുമ്പ് ചില ക്വിക്കായിട്ടുള്ള വളരെ പെട്ടെന്നുള്ള ആക്ഷൻ നടപ്പാക്കണം. അങ്ങനെ ഇന്ത്യയെ ശിഥിലീകരിക്കണം, ഇന്ത്യക്കെതിരെ നടപടി സ്വീകരിക്കണം. ഇതായിരുന്നു ബംഗ്ലാദേശ് ലക്ഷ്യം. അപ്പോൾ ട്രംപ് പറയുകയാണ് മര്യാദയ്ക്ക് ഇരുന്നോണം, ഇന്ത്യ പറയുന്ന പോലെ കേൾക്കണം, ഇന്ത്യക്ക് ദോഷകരമായി ഒന്നും ചെയ്യരുത്. നിങ്ങളുടെ അയൽ രാജ്യമായ ഇന്ത്യയാണ് നിങ്ങൾക്ക് ഗോതമ്പ് ഉൾപ്പെടെയുള്ള ധാന്യങ്ങളും ഭക്ഷ്യപദാർത്ഥങ്ങളും എത്തിച്ചു തരുന്നത്. അതുകൊണ്ട് എന്താവശ്യമുണ്ടെങ്കിലും ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്തോണം. ഒരു വലിയ വാണിംഗ് അല്ലേ അത്? തീർച്ചയായിട്ടും. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് യൂനസിനോട് പറയുന്നത് മുന്നറിയിപ്പായിട്ടല്ല, താക്കീതായിട്ടാണ്. ഇനി ഇത് ചെയ്തില്ല എങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകൾ എന്താണ് എന്ന് യൂനസിന് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് എന്നുള്ളത്. പ്രത്യേകിച്ച് പാകിസ്ഥാനുമായുള്ള ബംഗ്ലാദേശിൻ്റെ ബന്ധം, ഇന്ത്യയെ തഴഞ്ഞുകൊണ്ടുള്ള ബംഗ്ലാദേശിൻ്റെ നീക്കം, ഇതൊക്കെ ഒരുപക്ഷെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയ, പ്രത്യേകിച്ച് മോദിയുമായുള്ള ഒരു ബന്ധമൊക്കെ ട്രംപ് വലിയ രീതിയിൽ കാണുന്നത് കൊണ്ട് ബംഗ്ലാദേശിൻ്റെ ഇത്തരം നീക്കങ്ങളെ ട്രംപ് വലിയ രീതിയിൽ ചെറുക്കും എന്നുള്ളത് തന്നെയാണ്. ഹിന്ദുക്കളെ ഒരു തരത്തിലും വംശഹത്യ നടത്താൻ അല്ലെങ്കിൽ ഹിന്ദുക്കൾക്കെതിരെ ഒരു കലാപത്തിനോ ഇനി ബംഗ്ലാദേശ് നീങ്ങിയാൽ അതിൻ്റെ പ്രത്യാഘാത അനുഭവിക്കേണ്ടി വരും എന്ന് തന്നെയാണ് ട്രംപ് പറയാതെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇനി എന്തായിരിക്കും ബംഗ്ലാദേശിൻ്റെ നീക്കം? ട്രംപ് ഇത്തരമൊരു താക്കീത് കൊടുക്കുമ്പോൾ ഷെയ്ഖ് ഹസീന വീണ്ടും ഇന്ത്യയുമായി കൂടിയാലോചിച്ചുകൊണ്ട് യൂനസിനെ അട്ടിമറിച്ച് ഷെയ്ഖ് ഹസീനയെ പ്രധാനമന്ത്രിയാക്കാനുള്ള നീക്കം അമേരിക്കയും ഇന്ത്യയും ചേർന്നെടുത്താൽ
അത് മറ്റൊരു തരത്തിലേക്കല്ലേ മാറുന്നത്? അങ്ങനെ തന്നെ കരുതണം. കാരണം അറിയാമല്ലോ, നമുക്ക് ഈ ഷേഖ് ഹസീനെ പുറത്താക്കിയത് മാത്രമല്ല, ഷേഖ് ഹസീനെ യുദ്ധക്കുറ്റവാളിയായിട്ട് വിട്ടുതരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബംഗ്ലാദേശ് ഭരണകൂടം ഇന്ത്യക്ക് ഒഫീഷ്യലായി കത്തയച്ചു. ഇന്ത്യ അതിനോട് റിയാക്ട് ചെയ്യാനൊന്നും പോയില്ല. കാരണം രാഷ്ട്രീയ അഭയം നൽകിയ ഒരു വ്യക്തിയെ വിട്ടുകൊടുക്കണോ വേണ്ടയോ എന്നുള്ളതിനകത്ത് അന്തിമ തീരുമാനം എടുക്കാൻ ഇന്ത്യ ഗവൺമെൻറ്റിന് സാധിക്കും. അതുകൊണ്ടാണ് നമ്മളൊന്നും മിണ്ടാഞ്ഞത്. മാത്രമല്ല, ഇന്ത്യ ഗവൺമെൻറ്റിന് അല്ലെ ഇന്ത്യ സർക്കാരിനെ ലോകരാജ്യങ്ങൾ എങ്ങനെ കാണുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ പ്രത്യക്ഷ ഉദാഹരണം എന്താ? ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഇനാഗുറേഷൻ ചടങ്ങ്, അതിൽ ഏറ്റവും ഫ്രണ്ട് റോയിലായിരുന്നു നമ്മുടെ പ്രതിനിധിയെ അവിടെ പോയ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ലോകരാജ്യങ്ങൾ ഞെട്ടി ഇന്ത്യക്ക് എത്രത്തോളം പ്രാധാന്യം അമേരിക്ക നൽകുന്നു. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് അക്ഷരാർത്ഥത്തിൽ കച്ചവടക്കാരനാണ്. അദ്ദേഹത്തിന് ട്രേഡാണ് മുഖ്യം, നാഷണലിസ്റ്റാണ്, അതായത് അമേരിക്കയുടെ വളർച്ചയാണ് ലക്ഷ്യം. പക്ഷേ ഇന്ത്യയുമായിട്ടുള്ള നല്ല കൂടിക്കാഴ്ചയുണ്ട് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പ്രസിഡന്റ് നാളെ ഇന്ത്യയെ അങ്ങ് സ്വർഗമാക്കി മാറ്റുമെന്നൊന്നും അർത്ഥമില്ല. നയതന്ത്രപരമായി കൂടിക്കാഴ്ചകളൊക്കെ അങ്ങനെയാണ്, നല്ല ഫ്രണ്ടാണ്. പക്ഷേ അമേരിക്കയ്ക്ക് അപ്പുറത്തേക്ക് ഒരാൾ രാജ്യം വളരണ്ട. ഇവിടെ എന്താ സംഭവിച്ചത്? ബംഗ്ലാദേശിന് എല്ലാ സഹായം ചെയ്തു കൊടുത്ത ഇന്ത്യയാണ്. അവിടെ റോസാറ്റം എന്ന് പറയുന്ന ഒരു ആറ്റമിക് എനർജിയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന അല്ല ഒരു വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രം ആരംഭിക്കാനായിട്ട് റഷ്യയുടെ സഹായത്തോടെ ഇന്ത്യ ഒരു പ്രൊജക്റ്റ് ആരംഭിച്ചിരുന്നു. ആ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ഷേഖ് ഹസീന വലിയ തട്ടിപ്പ് നടത്തിയെന്നും കോടികൾ മുക്കിയെന്നും പറഞ്ഞിട്ട് ഈ മുഹമ്മദ് യൂനിസ് സർക്കാർ വലിയ ആരോപണം ഉന്നയിക്കുകയും ഷേഖ് ഹസീനെ വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞു. ഇന്ത്യക്കെതിരെ ചൊറിഞ്ഞുകൊണ്ട് വന്നതാണ്. അവസാനം റഷ്യ പറഞ്ഞു കൂടുതൽ കളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് ബാലിസ്റ്റിക് മിസൈൽ അയക്കുന്നവർ, അതോടുകൂടി അവരൊതുങ്ങി അല്ലേ. അപ്പോൾ ബംഗ്ലാദേശിൻ്റെ പണി ഒന്നും നടക്കുന്നില്ല. ഇനിയിപ്പോൾ എന്താ പ്രശ്നം? ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ സഹായമില്ല എങ്കിൽ ഈ ബംഗ്ലാദേശിന് ഈ പണം ആര് കൊടുക്കും? അപ്പോൾ ഇത്രയും നാൾ ആ കലാപത്തിന് അതുപോലെ അക്രമത്തിന് ഷേഖ് ഹസീന ഭരണകൂടത്തെ അട്ടിമറിക്കാൻ പണവും ആയുധവും നൽകിയത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ആയിരുന്നു. ഡീപ് സ്റ്റേറ്റിൻ്റെ പ്രഖ്യാപിത ശത്രുവാണ് ഈ പറയുന്ന ഡൊണാൾഡ് ട്രംപ്. അതുപോലെ തന്നെയാണ് ഇന്ത്യയും. അപ്പോൾ ഇത്തരത്തിൽ നിലപാടുള്ള ഇന്ത്യയോട് ഈ പറയുന്ന ട്രംപ് ഗവൺമെൻറ് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു. ഇന്ത്യയോട് ചോദിച്ചിട്ടൊന്നുമല്ല ഈ ബംഗ്ലാദേശിന് വാണിംഗ് കൊടുത്തത്. അവരോട് പറയുകയാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഏഷ്യയിലെ തന്നെ വൻകിട രാജ്യങ്ങളിലൊന്നാണ്. അതായത് പ്രൊഡക്ഷൻ ഹബ്ബ് എന്ന നിലയിൽ ചൈന വലിയ ഒരു കുതിച്ചുകൊണ്ടിരിക്കുന്നു. വേണമെങ്കിൽ അമേരിക്കയ്ക്ക് വരെ ഭീഷണിയാകുമെന്നുള്ള ലക്ഷ്യമുണ്ട്. അപ്പോഴാണ് ഇന്ത്യയിലേക്ക് ഒരു പ്രൊഡക്ഷൻ കൂടുതൽ മാറ്റണം എന്ന് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അമേരിക്ക നിർദ്ദേശം നൽകിയത്. അതായത് ഏഷ്യൻ മേഖലയിൽ ഒരു വൻ ശക്തിയായി ചൈന വന്നാൽ തങ്ങൾക്ക് ചൈനയെ ഒന്ന് പിടിച്ചു കെട്ടാൻ ഇന്ത്യയുടെ സഹായം വേണം. അപ്പോൾ ഒരു യുദ്ധം വരികയോ ഒരു പ്രശ്നമുണ്ടാകുകയോ ചെയ്താൽ ഇന്ത്യൻ സഹായം ഞങ്ങൾക്കൊപ്പമാണെന്ന് ഉറപ്പാക്കാൻ അമേരിക്ക ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് മര്യാദയ്ക്ക് ഇന്ത്യയുടെ അടുത്ത് എല്ലാ സഹായം ചോദിച്ചോളം. ഇന്ത്യക്ക് ഹാനികരമായ ഒരു പ്രവൃത്തി ഉണ്ടാകരുത്. ഹിന്ദു ക്ഷേത്രങ്ങളും ഹിന്ദുക്കളെ കൊല്ലുന്നതും അടക്കമുള്ള പ്രവൃത്തികളിൽ നിങ്ങൾ പിന്മാറണം. കാരണം ഇന്ത്യയിൽ ഹൈന്ദവ ഭൂരിപക്ഷമായ രാജ്യമാണ്. ആ രാജ്യത്തെ ജനങ്ങളുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ ആ സ്വജനപക്ഷമൊക്കെ ഉള്ള ആൾക്കാരുണ്ട്, അവരെ ഉപദ്രവിക്കരുതെന്ന് ഡൊണാൾഡ് ട്രംപ് തീരുമാനിക്കുന്നു. ട്രംപ് ഭരണകൂടം തീരുമാനിക്കുന്നു. ഇതോടുകൂടി ബംഗ്ലാദേശിൻ്റെ അഹങ്കാരമൊക്കെ ഏതാണ്ട് അടങ്ങി. മാത്രമല്ല പാകിസ്ഥാൻ്റെ പിന്തുണ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചത്. ഇപ്പോൾ പാകിസ്ഥാൻ്റെ പ്രശ്നം എന്താ? അവിടെ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഒരു വിഭാഗമാണ്. അവരവിടെ ഒരു സംഘർഷം ഉണ്ടാക്കുന്നു. ഇപ്പുറത്തേക്ക് മാറി പഷ്തൂൺ വിഭാഗമുണ്ട്. ഈ പഷ്തൂൺകാർ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനുമായിട്ട് ചിതറിക്കിടക്കുക. അവരൊരുമിച്ച് നിൽക്കുന്നു. ഏതാണ്ട് 4 കോടി ജനങ്ങളുണ്ട്. അവർ പറയുന്നത് ഞങ്ങൾ പഷ്തൂൺ എന്ന് പറയുന്നൊരു രാജ്യം വേണമെന്ന്. ഒപ്പം അവിടുത്തെ തെഹരിക്ക ഈ താലിബാൻ എന്ന് പറയുന്ന താലിബാൻ്റെ അനുകൂല പാകിസ്ഥാൻ്റെ ഭീകര സംഘടനകൾ അവർ വേറൊരു പ്രശ്നം ഉണ്ടാകുന്നു. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം 3ആയിട്ട് ധ്രുവീകരിക്കാൻ പോകുമ്പോഴാണ് ഈ അഫ്ഗാനിസ്ഥാനിലെ ഈ പറയുന്ന ബംഗ്ലാദേശിലെ ഭരണാധികാരി എന്ന് അവരുടെ ആർമിയുടെ സഹായം തേടിയത്. അപ്പോൾ ഇതൊക്കെ ആര് കണ്ടുകൊണ്ടിരിക്കുന്നു? ട്രംപ് കണ്ടുകൊണ്ടിരിക്കുന്നു. മാത്രവുമല്ല അഫ്ഗാനും ഇന്ത്യയും തമ്മിൽ, അതായത് അഫ്ഗാൻ ഭരണകൂടം താലിബാനാണ്, ആ താലിബാനും ഇന്ത്യയും തമ്മിൽ നല്ല കൂട്ടുകെട്ടാണ്. എന്നിട്ട് പറയുകയാണ് ഇനി ഇന്ത്യക്കെതിരെ ഒരു വിധ്വംസക പ്രവർത്തനങ്ങൾക്കും താലിബാൻ ഭരണകൂടം കൂട്ടുനിൽക്കില്ല. അപ്പോൾ എല്ലാ മേഖലയിൽ നിന്നും ഇന്ത്യക്ക് പിന്തുണ ഉണ്ടാകുന്നു. ചൈന പോലും ഇന്ത്യയുമായി ചില നീക്കുപോക്കുകൾ ഉണ്ടാകുന്നു. അത് അങ്ങനെയാണ് ഡെപ്സാങ് ഡെപ്ചോക്ക് തുടങ്ങിയ മേഖലകളിൽ നിന്ന് ചൈനീസ് ആർമി പിൻവാങ്ങിയത്. അപ്പോൾ ഇന്ത്യയാണ് ഇനി ഏഷ്യയിലെ വൻ ശക്തിയായി വരാൻ പോകുന്നത് അല്ലെ വരേണ്ടുന്നത് എന്ന് അമേരിക്ക തീരുമാനിച്ചു. അതുകൊണ്ടാണ് ബംഗ്ലാദേശിന് മുന്നറിയിപ്പ് നൽകിയത്. ഇനി ഇന്ത്യക്കെതിരായ നിലപാട് സ്വീകരിക്കരുത്, ന്യൂനപക്ഷമായ ഹിന്ദുക്കളെ ഉപദ്രവിക്കരുത്, നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്തോണം. ഇറ്റ്സ് എ വാണിംഗ്. അങ്ങനെയാണ് ട്രംപ് ഭരണകൂടം പറയുന്നത്. അപ്പം മോദി ട്രംപ് കൂട്ടുകെട്ട് ബംഗ്ലാദേശികളുടെ ഏതാണ്ട് നട്ടലൊടിക്കുന്ന രീതിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് നമുക്ക് നിർത്തേണ്ടി വരും അല്ലേ?